നമ്മൾ ആദ്യം തന്നെ നടക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലേക്ക് തന്നെയാണ്. രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് ഇന്നത്തേക്ക് മാറ്റിയിരുന്നു. ഇന്ന് രാഹുലിന് അതിനിർണായകമായ ഒരു ദിവസം കൂടിയാണ്. ലൈംഗികാരോപണ കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്നാണ് കോടതി വിധി പറയുക. പ്രോസിക്യൂഷൻ അധികമായി സമർപ്പിച്ച തെളിവുകൾ കൂടി പരിശോധിച്ച ശേഷമാകും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യാപേക്ഷയിൽ വിധി പറയുക. കൂടുതൽ വിവരങ്ങളുമായി വി വി വിനോദും രഞ്ജിത്ത് രാമചന്ദ്രനും ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് വി വി വിനോദിലേക്ക് പോകാം. വിനോദ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇന്ന് വിധി പറയാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ എത്രത്തോളം രാഹുലിനെ അത് പ്രതിസന്ധിയിലാക്കുന്നുണ്ട്? കേസിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അനുശ്രീ, രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ദിവസമാണ്. കഴിഞ്ഞ ദിവസമാണ് മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി പരിഗണിച്ചത്. പക്ഷേ ഇന്നലെ വിധി പറഞ്ഞിരുന്നില്ല. കൂടുതൽ വാദം കേൾക്കണം, കൂടുതൽ രേഖകൾ പരിശോധിക്കണം എന്ന ഒരു തീരുമാനത്തിലേക്ക് കോടതി പോവുകയായിരുന്നു. വളരെ അപൂർവമാണ് ഇങ്ങനെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ ശേഷം മറ്റൊരു ദിവസത്തേക്ക് മുൻകൂർ ജാമ്യം മാറ്റുന്നത്. അങ്ങനെ സാധാരണ നിലയിൽ അപേക്ഷ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒരു തീരുമാനം, പരിഗണിക്കുന്ന ദിവസം തന്നെ തീരുമാനമെടുക്കുന്നതാണ് രീതി. വളരെ അപൂർവമായാണ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റുന്നത്. ഒരു പക്ഷേ കുറ്റപത്രം സമർപ്പിച്ച ശേഷം വിചാരണാഘട്ടത്തിൽ നടക്കുന്നത് പോലുള്ള വാദഗതികളാണ് ഇന്നലെ വാദപ്രതിവാദമാണ് പ്രോസിക്യൂഷൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായത്. പ്രോസിക്യൂഷനോട് ചില രേഖകൾ കൂടി ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടു. ഇന്നലെ അടച്ചിട്ട കോടതി മുറിയിലാണ് നടപടികൾ നടന്നത്. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആവശ്യപ്രകാരമായിരുന്നു. ഗർഭചിത്രം അടക്കമുള്ള കാര്യങ്ങളിൽ ഡോക്ടറുടെ മൊഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയത്. മാത്രമല്ല, ഇന്ന് മറ്റൊരു കാര്യം കൂടി ഉണ്ടാകും. ബംഗളൂരുവിൽ താമസിക്കുന്ന മലയാളി യുവതി നൽകിയ പരാതിയുണ്ട്. അത് കഴിഞ്ഞ ദിവസം KPCC നേതൃത്വത്തിന് AICC നേതൃത്വത്തിന് നൽകിയതാണ്. ആ പരാതി പോലീസ് മേധാവിക്ക് കൈമാറിയിരുന്നു. ആ പരാതി പോലീസ് മേധാവി SITക്ക് കൈമാറി. ക്രൈംബ്രാഞ്ച് ഇന്നലെ തന്നെ അതിൽ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ബലാത്സംഗ കുറ്റമാണ് ഈ രണ്ടാമത്തെ പരാതിയിൽ രജിസ്റ്റർ ചെയ്തത്. ഈ FIRൻ്റെ വിവരങ്ങൾ കൂടി ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കും. അതായത് രാഹുൽ മാങ്കൂട്ടം ഒരു തുടർച്ചയായി കുറ്റകൃത്യം ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് സമ്മർദ്ദിക്കാൻ പ്രോസിക്യൂഷന് കഴിയുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ പരാതി ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ഈ പരാതിക്കാരി തന്നെ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട അവരുടെ പരാതിയിൽ പറയുന്നത് ഇതിനകം തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ ഉദ്യോഗസ്ഥർ തന്നെ ബന്ധപ്പെട്ടിരുന്നു. ഈ പീഡനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ താൻ കൈമാറി. അതിൽ പ്രധാനമായും പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡനം നടന്നു എന്ന കാര്യമാണ്. എല്ലായിടത്തും ഈ തരത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നീക്കമുണ്ടാകുന്നത്, അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകുന്നു എന്ന തരത്തിലുള്ള പരാതികളാണ് വരുന്നത്. പിന്നീട് ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കുകയും അതിനുശേഷം അവരെ ഒഴിവാക്കുകയും ചെയ്യുന്നു എന്ന തരത്തിലുള്ള പരാതികളാണ് ഈ തരത്തിൽ ഉയർന്നു വരുന്നത്. മാത്രമല്ല, ഷഹനാസ് കഴിഞ്ഞ ദിവസം ഈ KPCCയുടെ തന്നെ സാംസ്കാരിക സമിതിയുണ്ട്, അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഷഹനാസ് ഇന്നലെ പറഞ്ഞതും തന്നോടും രാഹുൽ മാങ്കൂട്ടം വളരെ മോശമായി പെരുമാറിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാവുന്നതിന് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തെ ആ പദവിയിലേക്ക് കൊണ്ടുവരരുതെന്ന് ഷാഫി പറമ്പിലിനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഷാഫി എന്നത് മുഖവിലക്കെടുത്തില്ല, പുച്ഛിച്ച് തള്ളുകയായിരുന്നു എന്ന കാര്യമാണ് ഷഹനാസ് പറയുന്നത്. ഈ ഡൽഹിയിൽ കർഷക സമരത്തിൽ പങ്കെടുത്തു വന്നപ്പോഴാണ് മോശം അനുഭവം ഉണ്ടായതെന്ന് പറയുന്നു. മാത്രമല്ല, ഈ ആദ്യത്തെ പെൺകുട്ടിയുടെ പരാതി വരുന്ന സമയത്ത് തന്നെ വീണ്ടും തന്നെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്ന കാര്യമാണ് ഷഹനാസ് പറയുന്നത്. ആ തരത്തിൽ നിരവധി ആളുകളുടെ പരാതികൾ വരുന്നുണ്ട്. മറ്റ് ആരോപണങ്ങളും ഒരു വശത്ത് ഉയർന്നു വരുന്നുണ്ട്. CPM കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നൊരു പരാതി പോക്സോ കേസുമായി ബന്ധപ്പെട്ട് ഒരു പോക്സോ കേസ് കൂടിയുണ്ട്. അത് ഒതുക്കി തീർത്തുവെന്നാണ്. തിരുവനന്തപുരം സ്വദേശിയായ പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന തരത്തിൽ വലിയ പ്രചരണം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിഗുരുതരമായ ആരോപണങ്ങൾ. ആദ്യം ചലച്ചിത്ര താരം റിനിയാണ് ഇങ്ങനൊരു വെളിപ്പെടുത്തലുമായി വന്നത്. പിന്നീട് ട്രാൻസ്ജെൻഡർ അടക്കമുള്ള വ്യക്തികൾ. ഇപ്പോഴത്തെ ആദ്യത്തെ FIRലെ പരാതിക്കാരി, രണ്ടാമത്തെ FIRലെ പരാതിക്കാരി. ഇപ്പോൾ മഹിളാ കോൺഗ്രസിൻ്റെ തന്നെ നേതാവ്, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു ഷഹനാസിൻ്റെ പരാതി വരുന്നു. അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി പരാതികൾ മാങ്കൂട്ടത്തിനെതിരെ വരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്നത്തെ ഈ വിധി വളരെ നിർണായകമായി മാറാൻ പോകുന്നതും. അനുശ്രീ, അതാണ് വിനോദ്, ഇന്ന് വിധി വരാനിരിക്കെ ഇത്തരം ആരോപണങ്ങളൊക്കെ ഉയർന്ന ഒരു സാഹചര്യത്തിൽ അത് വിധി ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടോ? തീർച്ചയായും അനുശ്രീ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടം കോടതിയെ ധരിപ്പിച്ചിട്ടുള്ളത് താൻ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട്, ഈ കോടതി പറയുന്ന എല്ലാ വ്യവസ്ഥകളും അംഗീകരിക്കാം,
രാജ്യം വിട്ടു പോവുകയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് വിട്ടു പോവുകയോ ചെയ്യില്ല. അത് എങ്ങനെയാണ് കോടതി വ്യവസ്ഥ വയ്ക്കുന്നത്, ആ തരത്തിൽ പെരുമാറുന്നതിന് തനിക്ക് ബുദ്ധിമുട്ടില്ല. മാത്രമല്ല അറസ്റ്റ് ഉണ്ടാകരുത്, ഇപ്പോഴത്തെ കേസിനൊക്കെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് തുടങ്ങിയ വാദങ്ങളാണ് പ്രധാനമായും രാഹുൽ മാങ്കൂട്ടം ഉന്നയിക്കുന്നത്. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ആവശ്യം കോടതി നിരസിക്കുകയും ചെയ്തിരുന്നു. അത് ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് വരുന്നതുവരെ തന്നെ അറസ്റ്റ് ചെയ്യരുത് എന്നൊരു ആവശ്യം കൂടി ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് കോടതി തള്ളി. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തീരുമാനമാണ്, അതിൽ ഇടപെടാൻ കോടതി വിസമ്മതിച്ചു. അതേസമയം ഇന്ന് വീണ്ടും ഈ കൂടുതൽ രേഖകൾ പരിശോധിച്ച ശേഷമായിരിക്കും വിധി പറയുക. അതിൽ തന്നെ പ്രോസിക്യൂഷനോട് വളരെ പ്രധാനപ്പെട്ട ചില രേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ രേഖകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ സമയം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. നമുക്കറിയാം രാഹുൽ ഈശ്വർ ഇപ്പോഴും റിമാൻഡിൽ തുടരുകയാണ്. ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കും. അത് രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ വരികയും ആദ്യത്തെ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടായതിൻ്റെ പേരിലാണ് രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്തത്. അടുത്ത ദിവസം മാത്രമേ ഇനി അതിൽ വീണ്ടും ജാമ്യ ഹർജി നൽകാൻ കഴിയൂ. നേരത്തെ ഈ ജാമ്യവുമായ നടപടിയുമായി മുന്നോട്ട് പോയെങ്കിലും അത് കോടതി തള്ളുകയും റിമാൻഡ് ചെയ്യുകയുമായിരുന്നു. തുടർന്നാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ടെക്നോ പാർക്കിലെത്തിച്ച് രാഹുൽ ഈശ്വറിനെ തെളിവെടുക്കുകയും ചെയ്തിരുന്നു. ടെക്നോ പാർക്കിലെ ഓഫീസിൽ വെച്ചാണ് ഇത്തരത്തിൽ പരാതിക്കാരിക്കെതിരെയുള്ള വീഡിയോകൾ തയ്യാറാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ടെക്നോ പാർക്കിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. അങ്ങനെ രാഹുൽ ഈശ്വർ റിമാൻഡിൽ കഴിയുമ്പോൾ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യവും കുറച്ച് പരിങ്ങലിലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം കോടതി ഇതുവരെ അതിൽ ഉത്തരവ് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പ്രോസിക്യൂഷനോട് ചില രേഖകൾ കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരം രേഖകൾ ഈ പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്ന വാദവുമായി ചേർന്ന് പോകുന്ന തരത്തിലുള്ള രേഖകൾ ഹാജരാക്കുകയും അത് കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ രാഹുൽ മാങ്കൂട്ടത്തിനോട് കോടതി ആവശ്യപ്പെടുന്ന നിലയുണ്ടാകും. അങ്ങനെയെങ്കിൽ ഈ കോടതി മുഖാന്തരമോ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് മുന്നിലോ ഇപ്പോൾ ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് ഹാജരാകേണ്ട സ്ഥിതി ഉണ്ടാകും. ബലാത്സംഗ കുറ്റമാണ് രണ്ടാമത്തെ എഫ്ഐആറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ എഫ്ഐആറിൽ അറസ്റ്റിനുള്ള സാധ്യത ഒരുങ്ങിയതോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടം സംസ്ഥാനം വിട്ടത്. തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും കടന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് വന്നത്. മാത്രമല്ല ഈ SIT സംഘം രാഹുൽ മാങ്കൂട്ടത്തെ തിരഞ്ഞ് കർണാടകയിലേക്ക് പോകുന്ന നിലയുണ്ടായി. തമിഴ്നാട് കർണാടക അതിർത്തിയിൽ ഉച്ചയോടുകൂടി കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി അന്വേഷണ സംഘം എത്തുമ്പോൾ അതിനു മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടം അവിടെ നിന്ന് കടന്നു കളഞ്ഞുവെന്ന വിവരമാണ് വരുന്നത്. അതുവരെ ഉപയോഗിച്ച വാഹനം ഉപേക്ഷിക്കുകയായിരുന്നു. ആ വാഹനം ഓടിച്ചിരുന്ന ആൾ അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. മറ്റൊരു വാഹനത്തിൽ രാഹുൽ മാങ്കൂട്ടം കർണാടകയിലേക്ക് കടന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. ഏതായിരുന്നാലും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച്. അനുശ്രീ. ശരി, വിനോദാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. രാഹുലിന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണെന്ന്, വളരെ നിർണായകമായൊരു ദിവസമാണെന്ന്. കോടതി വിധി എന്തായിരിക്കും എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അപ്പോഴും രാഹുൽ എവിടെയാണെന്നോ ഉള്ള കാര്യങ്ങളിലൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിൽ രാഹുലിൻ്റെ ഭാവി എന്താകുമെന്നത് വളരെയധികം ചർച്ചയായി നിലനിൽക്കുകയാണ്. ഈ ഇതിൽ കൂടുതൽ വിശദീകരണങ്ങളുമായി നമ്മളോടൊപ്പം രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നുണ്ട്. രഞ്ജിത്ത്, ഇന്നലെ അടക്കം രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മുതിർന്ന നേതാക്കളടക്കം അത്തരത്തിലുള്ള പരാമർശങ്ങളും വിശദീകരണങ്ങളും ഒക്കെ മാധ്യമങ്ങളോട് നൽകുകയും ചെയ്തിരുന്നു. എന്താകും പാർട്ടിയുടെ തീരുമാനം? അതിൽ കൂടുതൽ വിവരങ്ങൾ ഇന്ന് ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും അക്ഷരാർത്ഥത്തിൽ ഈ വിഷയത്തിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. കോൺഗ്രസിന്റെ യുവമുഖമായി കോൺഗ്രസിന്റെ അടുത്ത തലമുറയായി അവതരിപ്പിക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക പീഡന പരാതിയിൽ കുടുങ്ങുന്നു. ഒന്നല്ല, തുടർച്ചയായ പരാതികൾ സംഭവിക്കുന്നത് രാഹുലിനെ പ്രതിസന്ധിയിലാക്കുന്നു. പക്ഷേ മറ്റു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ ഇന്നലെ KPCCയുടെ സാംസ്കാരിക സാഹിതിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകയായ പ്രധാനപ്പെട്ട ഭാരവാഹിയായ MA ഷാഹിൻ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, തനിക്ക് അനുഭവപ്പെട്ട രാഹുലിൽ നിന്ന് വളരെ പേഴ്സണലായി തനിക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും ഇത് ഷാഫി പറമ്പിലിനെ പോലെയുള്ള രാഹുലിൻ്റെ ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്ന ഷാഫി പറമ്പിലിനെ അറിയിച്ചിട്ടുണ്ടെന്നും അപ്പോൾ ഒരു സ്മൈലി മാത്രമായിരുന്നു മറുപടി എന്നും പറയുമ്പോൾ കോൺഗ്രസിലെ പല നേതാക്കൾക്കും രാഹുലിൻ്റെ ഇത്തരം ചെയ്തികൾ അറിയാമായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് രാഹുലിനെ ഇത്രയധികം വളർത്തി രാഹുലിന് നടപടിയെടുത്തില്ല? ഇപ്പോഴും കാര്യമായ നടപടികളിലേക്ക് കടക്കാൻ പാർട്ടി മടിക്കുന്നു എന്ന ചോദ്യമാണ് താഴെത്തട്ടിൽ ഉയരുന്നത്.
അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിൽ വലിയ മുറവിളിയാണ് രാഹുലിനെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ട് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇക്കാര്യം വ്യക്തമായി കഴിഞ്ഞു. രമേശ് ചെന്നിത്തലയും VD സതീശനും അടക്കം ഈ വിഷയത്തിൽ നേരത്തെ തന്നെ കെ മുരളീധരനും ഒക്കെ നേരത്തെ തന്നെ രാഹുലിനെ പുറത്താക്കണമെന്ന ആവശ്യം ഔദ്യോഗികമായി തന്നെ പാർട്ടിയെ അറിയിച്ചവരാണ്. ഇന്നലെ KC വേണുഗോപാൽ ആകട്ടെ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി കടുപ്പിച്ച് ഇത്തരത്തിലുള്ള ആളുകൾ പാർട്ടിയിൽ ഉണ്ടാവില്ല എന്ന് പറയുന്ന പശ്ചാത്തലമുണ്ടായി. പക്ഷേ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആകട്ടെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിധി വരട്ടെ എന്ന നിലപാടിലാണ്. ഇതാണ് ശരിക്കും പാർട്ടിയെ കുഴപ്പിക്കുന്നത്. അതായത് പാർട്ടിയിൽ യാതൊരു സംശയമില്ല, ഇക്കാര്യത്തിൽ രണ്ട് അഭിപ്രായമുണ്ട്. അത് ഷാഫി പറമ്പിലിന്റെ സ്വാധീനത്തിലാണോ ഇത്തരത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നേതാക്കളുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് എന്ന സംശയമൊക്കെ പാർട്ടി അണികൾക്കും പല നേതാക്കളും പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇത്ര വലിയ കേസുകളിൽ ഒന്നല്ല രണ്ടാമത്തെ പരാതിയും വരുന്നു? രണ്ടാമത്തെ പരാതി അയക്കുന്നത് KPCC അധ്യക്ഷനാണ് എന്ന കാര്യം നമുക്ക് വ്യക്തമാണ്. ആ യുവതിയെ സംബന്ധിച്ച് യുവതിയുമായി ബന്ധപ്പെട്ടുള്ള തെളിവ് ശേഖരണം അല്പ സമയത്തിനകം ഉണ്ടാകുമെന്ന വിവരങ്ങളുണ്ട്. പ്രത്യേക സംഘം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതും വിശ്വാസ്യതയുള്ള പരാതിയാണെന്ന നിലപാട് തന്നെയാണ് പാർട്ടി നേതാക്കൾക്കുള്ളത്. അതിന് തൊട്ട് പിറകെയാണ് KPCCയുടെ തന്നെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തന്നെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കൾ പരാതിയുമായി രംഗത്ത് വരുന്നത്. ഇന്നലെ ആകട്ടെ ഷാനിമോൾ ഉസ്മാനും ഷമാ മുഹമ്മദും അടക്കമുള്ള വനിതാ നേതാക്കൾ രാഹുലിനെ പുറത്താക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. അതായത് ഷാഫി പറമ്പിലിന് പോലും ഈ വിഷയത്തിൽ ധാരണ ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവർക്ക് പരാതികൾ ഉണ്ടായിരുന്നു. അതായത് ഇന്നലെ രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട വനിതാ നേതാവ് പറഞ്ഞത് KPCCയിലെ ഒപ്പം കോൺഗ്രസിലെ വനിതാ മുഖങ്ങൾക്കൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ യഥാർത്ഥ മുഖം അറിയാമായിരുന്നു. പലർക്കും പേഴ്സണലി വ്യക്തിപരമായ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നേതാക്കളെ ബോധിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും രാഹുലിനെ ആര് സംരക്ഷിച്ചു എന്ന ചോദ്യമാണ് നേതാക്കൾ മുന്നോട്ട് വെക്കുന്നത്. തെരഞ്ഞെടുപ്പ് വേളയാണ് അനുസരിച്ച് നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന് വീടാന്തരം കയറുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ മുൻപിൽ നിർത്തി പ്രചരണം നടത്തിക്കൊണ്ടിരുന്ന കോൺഗ്രസ് പ്രവർത്തകരോട് നിങ്ങൾ എന്തുകൊണ്ട് രാഹുലിനെ പുറത്താക്കുന്നില്ല എന്ന ചോദ്യം പലപ്പോഴും ഉയരുന്ന സാഹചര്യമൊക്കെ അവർ വളരെ വൈഷമ്യത്തോടെ പാർട്ടി അറിയിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ആ പാർട്ടി പ്രതിസന്ധിയിലാവുകയാണ്. ഇപ്പോൾ ഉയരുന്ന അഭിപ്രായം കോടതിയുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനം വരുന്നതിന് മുൻപ് തന്നെ രാഹുലിനെ പാർട്ടി പുറത്താക്കണം എന്നുള്ളത് തന്നെയാണ്. MLA സ്ഥാനം രാജിവെക്കണമോ വേണ്ടയോ എന്നുള്ളത് രാഹുൽ തീരുമാനിക്കട്ടെ എന്നാണ് ഇന്നലെ KPCC അധ്യക്ഷൻ പറഞ്ഞത്. പക്ഷെ അവിടെയും രാജി ആവശ്യപ്പെടാം പാർട്ടിക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. കാരണം ഏറ്റവും കൂടുതലായി ഒരുപക്ഷെ ജനം ആഗ്രഹിക്കുന്നത് തങ്ങളുടെ ജനപ്രതിനിധിയായി ഇങ്ങനെ ഒരാൾ ഉണ്ടാവാൻ പാടില്ല. ജനം തെരഞ്ഞെടുത്ത ഒരു സ്ഥാനമാണ്, അവിടെ നിന്നും രാജിവെക്കുക എന്നുള്ളതാണ് ഒരു ധാർമ്മികത എന്ന കാര്യം. അതെന്തുകൊണ്ട് രാഹുൽ ചെയ്യുന്നില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അല്ലെങ്കിൽ പാർട്ടി എന്തുകൊണ്ട് ആ ഒരു രാജി, പാർട്ടിയുടെ കെയർ ഓഫിൽ പാർട്ടിയുടെ വോട്ടുകൾ പിടിച്ച് പാർട്ടി പ്രവർത്തകരുടെ അധ്വാനത്തിൽ വിജയിച്ച ഒരു നേതാവ് കൂടി MLA കൂടിയാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ സ്വാഭാവികമായും രാഹുലിൻ്റെ രാജി ആവശ്യപ്പെടാനുള്ള എല്ലാ അവകാശങ്ങളും ധാർമ്മികതയും പാർട്ടിക്കുണ്ട്. എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്ന ചോദ്യം കൂടി ഉയരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടി വല്ലാത്ത പ്രതിസന്ധിയിലാണ്. തീരുമാനമെടുക്കേണ്ടി വരും. അതിപ്പോൾ മുൻകൂർ ജാമ്യത്തിൽ കോടതിയുടെ നിലപാട് വരുന്നതുവരെ കാത്തിരിക്കണമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. മുതിർന്ന നേതാക്കളെ അസ്വസ്ഥരാണ്. VD സതീശൻ, രമേശ് ചെന്നിത്തല, ഒപ്പം K മുരളീധരൻ ഇന്നലെ പറഞ്ഞത് രാഹുലിനെ പുറത്താക്കും തരത്തിൽ ഇന്നലെ രാവിലെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല. വീണ്ടും ഇക്കാര്യത്തിൽ എന്ത് അഭിപ്രായ ഭിന്നതയാണ്, ആശയക്കുഴപ്പമാണ് പാർട്ടിയിലുള്ളത് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. അനുശ്രീ, രഞ്ജിത്ത്, അതുപോലെ തന്നെ ഈ ഷഹനാസിന്റെ പരാതി, അതിൽ ഷാഫി കൂടുതൽ കുരുക്കിലേക്ക് പോവുകയല്ലേ? അത് ഒരു വലിയ ചോദ്യമായി അവിടെ നിലനിൽക്കുകയാണ്. ഷാഫി എന്തുകൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടില്ല, എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല എന്നുള്ളത് അവിടെ ഒരു വലിയ ചോദ്യമായി നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് തന്നെ വനിതാ നേതാക്കളടക്കം മാങ്കൂട്ടത്തിനെ പുറത്താക്കണമെന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് വരുമ്പോൾ അത് കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു. പിന്നെ എന്തിന് കോടതി വിധി കാത്തു നിൽക്കുന്നു കോൺഗ്രസ് എന്നതും ഒരു വലിയ ചോദ്യമല്ലേ? ഷഹനാസ് ഇന്നലെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സോഷ്യൽ മീഡിയയിലടക്കം നേരത്തെ രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച ചില വനിതകളുണ്ട്. അവരൊക്കെ പ്രസ്താവനകളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ഷഹനാസിനെ പോലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുള്ള ഒരാൾക്ക് പോലും ദുരനുഭവം ഉണ്ടായി എങ്കിൽ അത് പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കൾക്ക് അറിയാമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും കാലം ഇയാളെ സംരക്ഷിച്ചു എന്ന ചോദ്യം ഉയരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതായത് പലരും നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക്
കൂടുതൽ ബലം പകരും തരത്തിലാണ് ഇന്നലെ ഷഹനാസ് വാർത്താ സമ്മേളനം നടത്തിയത്. ഷഹനാസ് അത് മാത്രമല്ല പറഞ്ഞു വെച്ചത്, അത് ഓർത്തു വെക്കണം അനുശ്രീ. അതായത് തനിക്ക് മാത്രമല്ല കോൺഗ്രസിലെ പല വനിതാ നേതാക്കൾക്കും മഹിളാ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ഭാരവാഹിത്വത്തിലുള്ളവരോടൊക്കെ വ്യക്തിപരമായി മോശമായി രാഹുൽ പെരുമാറിയിട്ടുണ്ട് എന്നുള്ള അതീവ ഗൗരവതരമായ ആരോപണമുണ്ട്. ഇതിൽ പല കാര്യങ്ങളും ഷാഫിക്കറിയാമൽ, രാഹുലിന്റെ ഗോഡ് ഫാദർ എന്ന് വിശേഷിപ്പിക്കുന്ന രാഹുലിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്താൻ ഏറ്റവും കൂടുതൽ പണിയെടുത്തുവെന്ന് ഇന്നലെ പറഞ്ഞ ഷാഫി പറമ്പിലിനെ അറിയാമായിരുന്നു എന്നുള്ളതാണ്. അതായത് ഷാഫിയെ അറിയിച്ചിട്ടും ഷാഫി ഇക്കാര്യത്തിൽ ഒരു സ്മൈലി മാത്രമാണ് എം എ ഷഹനാസിന് മറുപടിയായി നൽകിയത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവ സ്വഭാവം, അതായത് ഇത്തരത്തിലൊരു പരാതി വരുമ്പോൾ, ഇത്തരത്തിലൊരു സ്വഭാവ ദൂഷ്യം പുറത്തു വരുമ്പോൾ അയാളെ പറഞ്ഞു മനസ്സിലാക്കുക, ആവർത്തിക്കരുത് എന്ന് പറയുക അതിനൊക്കെ ഉപരിയായി ഇയാളെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കൂടുതലായി പ്രോത്സാഹിപ്പിച്ചു എന്നുള്ള ആരോപണം കൂടി ഷാഫി പറമ്പിലിനെതിരെ ഉയർന്നൊരു പശ്ചാത്തലം കൂടി ഉണ്ട് അനുശ്രീ. അത് തീർച്ചയായും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ശരി, ഷഹനാസിന്റെ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് ഷഹനാസ് ന്യൂസ് 18 പ്രതികരിച്ചിരുന്നു.